നമസ്കാരം. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. കാരണം പ്രപഞ്ചം നിങ്ങളെ ഈ വീഡിയോയിലേക്ക് എത്തിച്ചത് ഒരു വലിയ മാറ്റത്തിനു വേണ്ടിയാണ്. 2026 മാർച്ച് 3 നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു ദിവസമാണിത്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ 3 ഊർജങ്ങൾ ഒന്നിക്കുന്ന ഒരു അപൂർവ മുഹൂർത്തമാണിത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ടോട്ടൽ ലൂണർ എക്ലിപ്സ്, അതോടൊപ്പം തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടുക ഹോളിക ദഹൻ, പിന്നെ 3-3 ഡിവൈൻ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ദിവസം. ഈ 3 ശക്തികൾ ഒന്നിക്കുന്ന ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കുകൾ നീക്കം ചെയ്യാനും ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനുമുള്ളതാണ്. ഇന്ന് നമ്മൾ വെറുതെ സംസാരിക്കുകയല്ല, മറിച്ച് പ്രായോഗികമായി ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. അതുകൊണ്ട് ദയവായി ഒരിടത്ത് ശാന്തമായി ഇരിക്കുക. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ ദിവസത്തിലെ അനന്തമായ എനർജി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരൂ. എന്തുകൊണ്ടാണ് ഈ ഗ്രഹണം ഇത്ര പ്രത്യേകതയുള്ളതാകുന്നെന്ന് അറിയുമോ? ചന്ദ്രൻ നമ്മുടെ മനസ്സിന്റെ കാരകനാണ്. ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഈ ഗ്രഹണം നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ പുറത്തു കൊണ്ടുവരാനും അതിനെ മാറ്റാനും സഹായിക്കുന്നു. അതുപോലെ പൗർണമി എന്നാൽ പൂർണ്ണതയുടെ അടയാളമാണ്. ചന്ദ്രൻ അതിന്റെ പൂർണ്ണ ശക്തിയിൽ നിൽക്കുന്ന സമയം. കടലിലെ തിരമാലകളെ പോലെ നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും വികാരങ്ങളെ ചന്ദ്രൻ സ്വാധീനിക്കുന്നു. ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജത്തെ പുറന്തള്ളാൻ ഏറ്റവും എളുപ്പമാണ്. ഗ്രഹണ സമയത്ത് പക്ഷിമൃഗാദികൾ പോലും നിശബ്ദരാകാറുണ്ട്. പ്രകൃതി ഒരു റീസെറ്റ് മോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ മനസ്സിനെയും ഇന്ന് നമുക്ക് റീസെറ്റ് ചെയ്യാൻ കഴിയും. ഈ ചന്ദ്രഗ്രഹണം ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. ചാണക്യനീതിയിൽ ചാണക്യൻ പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ മാത്രമേ വിജയം നമ്മളെ തേടി വരുള്ളൂ. അതുപോലെ ശരിയായ സമയത്ത് ഉണർന്നു പ്രവർത്തിക്കുന്നവന് മാത്രമേ വിജയം കൈപ്പടിയിലാക്കാൻ കഴിയൂ. ആ ശരിയായ സമയം ഇതാണ്. ഇത് പൂർണ്ണമായും നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഓരോരുത്തരും ഒരു പേന, ഒരു പേപ്പർ, ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കരുതുക. ഇന്ന് ഹോളിക ദഹൻ കൂടിയാണ്. അഗ്നി ശുദ്ധീകരണത്തിന്റെ അടയാളമാണ്. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി, അതായത് വിട്ടുമാറാത്ത രോഗങ്ങൾ, സാമ്പത്തികമായ തടസ്സങ്ങൾ എന്നിവയെല്ലാം ഇന്ന് നമുക്ക് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കാം. നിങ്ങളിപ്പോൾ ഒരു പെന്നും പേപ്പറും കരുതുക. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ ഇതിലെഴുതുക. അത് ഭയമാകാം, ദേഷ്യമാകാം, അല്ലെങ്കിൽ രോഗമാകാം, സാമ്പത്തിക തടസ്സങ്ങളാകാം, എന്തുമാകാം. എഴുതിക്കഴിഞ്ഞാൽ ആ കടലാസ് മടക്കി നിങ്ങളുടെ കയ്യിൽ മുറുക്കെ പിടിക്കുക. ഈ ഗ്രഹണത്തിന്റെ ഊർജം ആ നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കുന്നതായി സങ്കല്പിക്കുക. ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ ഈ കടലാസ് സുരക്ഷിതമായി കത്തിച്ചു കളയുക. അതോടെ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവുകയാണ്. ആ നെഗറ്റീവ് ഊർജം പൂർണ്ണമായും പ്രപഞ്ചശക്തി നിങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. ഇന്ന് ഈ ഗ്രഹണവേളയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മാനിഫെസ്റ്റേഷന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതകരമായ മാറ്റത്തിന് വഴിയൊരുക്കും. നിങ്ങൾ ഇനി സ്വസ്ഥമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയെ ആരും തടസ്സപ്പെടുത്താത്ത സ്ഥലമായിരിക്കണം. ഇനി കണ്ണുകൾ സാവധാനം അടയ്ക്കുക. ദീർഘമായി ശ്വാസം എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ നെറ്റിയുടെ ഭാഗത്ത് ഒരു ചുവന്ന പ്രകാശം തെളിയുന്നതായി സങ്കല്പിക്കുക. അത് ഈ ചന്ദ്രഗ്രഹണത്തിന്റെ ശക്തിയാണ്. ഈ പ്രകാശം നിങ്ങളുടെ തലയിലൂടെ ശരീരത്തിന്റെ താഴ്ഭാഗം വരെ പടരുന്നു. നിങ്ങളുടെ ഓരോ കോശവും ഊർജ്ജസ്വലമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം നടന്നു കഴിഞ്ഞതായി കാണുക.
നിങ്ങളൊരു പുതിയ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഓഫീസിൽ നിങ്ങൾ ഇരിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങളൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ കുഞ്ഞിനെ കൈകളിൽ ഏന്തിയിരിക്കുന്നതായി അനുഭവിക്കുക. ആ കിട്ടിയ സന്തോഷം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുക. പ്രപഞ്ചം നിങ്ങളോടിപ്പോൾ പറയുന്നു, തഥാസ്തു. ഇനി കണ്ണുകൾ പതുക്കെ തുറക്കാം. നിങ്ങൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. നിങ്ങളിപ്പോൾ അനുഭവിച്ച, ആഗ്രഹിച്ച അതേ ആഗ്രഹം 3 തവണ ആ വെള്ളം നോക്കി പറയുക. ജലത്തിന് മെമ്മറിയുണ്ട്. അതിനുശേഷം ആ വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ആ പോസിറ്റീവ് എനർജി എത്തിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇന്നത്തെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയ പൂർണ്ണമാകുന്നത്. ഈ മാർച്ച് 3 ഊർജം അടുത്ത 28 ദിവസത്തേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഗ്രഹണ ദിവസം സസ്യാഹാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സ് വളരെ ശാന്തമായി വയ്ക്കുക. ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ തുടക്കമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. നിങ്ങൾ എത്രത്തോളം നന്മ പങ്കുവയ്ക്കുന്നുവോ അത്രത്തോളം നന്മ നമ്മളിലേക്ക് തിരിച്ചു വരും.